അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല ചൊവ്വായ രീതിയിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. മനുഷ്യൻ്റെ രൂപം അങ്ങനെയാണല്ലോ. മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിലാണ്, അഭിമാനകരമായ രീതിയിലാണ് ഭൂമിയിലൂടെ നടക്കുന്നത്. ശിരസ് ഉയർത്തി 2 കാലുകൾ ഭൂമിയിൽ നിവർന്നു നിന്ന് ആണ് നടക്കുന്നത്. അപ്പോൾ സൃഷ്ടിപ്പ് അള്ളാഹു നന്നാക്കി ചൊവ്വായ രൂപത്തിലാക്കി. എന്നാൽ മനുഷ്യൻ അവൻ്റെ മനസ്സ്, സ്വഭാവം, ശീലങ്ങൾ ഇതൊക്കെ നന്നാക്കി എടുക്കുമ്പോഴാണ് സത്യത്തിൽ ഒന്നുകൂടെ അത് മനോഹരമായി മാറുന്നത്. രൂപം അള്ളാഹു ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീലത്തിലൂടെ, സ്വഭാവത്തിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, ഇബാദത്തിലൂടെയൊക്കെ നമുക്ക് ഉന്നതങ്ങളായ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. മലക്കുകളേക്കാൾ ഉയരാൻ സാധിക്കും. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഒരു ശില്പി ഏതുപോലെയാണോ ഒരു ശില്പത്തെ കൊത്തിയെടുത്ത് മിനുക്കി ഉണ്ടാക്കുന്നത്, അങ്ങനെ അത് രൂപപ്പെടുത്തി അവസാനം നല്ലൊരു ശില്പമായി മാറും. അങ്ങനെ വെറും ഒരു മരക്കഷ്ണമായിരുന്നത് നല്ലൊരു ശില്പമായി മാറും. ഒരു കല്ല് ഒരു ശില്പമായി മാറും. ഒന്നിനും പറ്റാത്തൊരു കല്ലൊക്കെ നല്ല ഒരു രൂപമായി മാറ്റും. അതൊരു ശില്പിയുടെ ഉദാഹരണമാണ്. അങ്ങനെ നമുക്ക് ഉദാഹരിക്കാൻ സാധിക്കും. എന്നതുപോലെ നാം ആകുന്ന ഒരു മൺകട്ട അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം നമ്മെ അതിനോട് ഉപമപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ചെത്തി മിനുക്കി രാഗിയെടുക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, ഗുരുനാഥന്മാർക്ക് പങ്കുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾക്ക്, ചുറ്റുപാടുകൾക്കൊക്കെ പങ്കുണ്ട്. അവരാണ് നമ്മെ ചെത്തി മിനുക്കിയെടുക്കേണ്ട ആളുകൾ. അത്തരത്തിൽ നമ്മെ ചെത്തുന്ന നമുക്ക് ആ ശില്പികൾക്ക് വല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമ്മളാകുന്ന ശില്പം വികൃതമാകുന്നത്. അപ്പോൾ അതിനെ മനോഹരമാക്കാൻ സാധിക്കുന്ന ചുറ്റുപാടുകളിലും അധ്യാപകരുടെ ഇടയിലും ഒക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതൊരു ഭാഗ്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ആ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നാം ആകുന്ന ശില്പം നന്നായി തീരും. നമുക്ക് നല്ല മനോഹാരിത ഉണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അത്തരത്തിൽ വളർത്താൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.